ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമുക്ക് ഡോക്ടർ റോബിൻ്റെ ജാങ്കോ സ്പേസിന് വേണ്ടി സ്നേഹം നടത്തുന്ന ഇൻ്റർവ്യൂവിൻ്റെ കുറച്ച് ഭാഗങ്ങളൊന്ന് കണ്ടു നോക്കാം. റോബിനോട് സ്നേഹ ചോദിക്കുന്ന ചോദ്യങ്ങളും അവയ്ക്കുള്ള റോബിൻ്റെ റിയാക്ഷനുമാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം തന്നെ സ്നേഹ ചോദിക്കുന്നത് ബിഗ് ബോസിന് മുമ്പുള്ള റോബിനും ബിഗ് ബോസിന് ശേഷമുള്ള റോബിനും തമ്മിലുള്ള വ്യത്യാസം. തന്നെയുമല്ല, ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ സമയം വളരെ ഫെയിം ഉണ്ടായിരുന്നതാനും അത് കഴിഞ്ഞ് ഇടയ്ക്ക് കുറെ സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ പുറകിലായിരുന്നു. വീണ്ടും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനെപ്പറ്റി റോബിൻ എന്താണ് പറയാനുള്ളത് എന്ന ചോദ്യത്തിന് റോബിൻ പറയുന്ന ഉത്തരമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത്. നമുക്ക് ആദ്യം അതൊന്ന് കേട്ടിട്ട് തന്നെ ബാക്കി സംസാരിച്ചു തുടങ്ങാം. എപ്പോഴും പറയുന്നല്ലോ, ബിഗ് ബോസിന് മുന്നേ ഉള്ള ലൈഫ്, ബിഗ് ബോസിന് ശേഷമുള്ള ലൈഫ്. ബിഗ് ബോസിന് മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ, വീട്, ഒരു ചെറിയൊരു എന്താ പറയുക, ഒരു ലോക. അപ്പം പക്ഷേ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഇതേപോലെ ഫെയിം ആകണം. ഫെയിമാണ് മെയിൻലി ഞാൻ ബിഗ് ബോസ് കൊണ്ട് ഉദ്ദേശിച്ചത്. ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെടണം, ഒരുപാട് ആൾക്കാർക്ക് റീച്ച് ഔട്ട് ആവണം. പിന്നീട് എപ്പോഴെങ്കിലും ലൈഫിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ കൂടി നമ്മൾ ചെയ്യുമ്പോൾ അത് അത്യാവശ്യം കുറച്ച് പേരെങ്കിലും അറിയപ്പെടണം. ഇതായിരുന്നു ഞാൻ ഉദ്ദേശിച്ചിരുന്നത് ബിഗ് ബോസ് ഉണ്ട്. സോ അതിൽ ഞാൻ എന്താ ആഗ്രഹിച്ചോ അതിൻ്റെ ഒരു 100 മടങ്ങ് എനിക്ക് അതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ അതിന് ശേഷമുള്ള കാര്യങ്ങളാണെങ്കിലും സത്യം പറഞ്ഞാൽ എനിക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. എനിക്ക് പെട്ടെന്ന് കിട്ടി. ഞാൻ ബിഗ് ബോസിന് മുന്നേ ഒരു ചെറിയൊരു അധികം പേര്, എനിക്ക് 65,000 പേര് മാത്രമേ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ് ആയിട്ട് ഉണ്ടായിരുന്നുള്ളൂ. അധികം. അപ്പോൾ ബിഗ് ബോസിന് മുമ്പുള്ള റോബിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടും ജോലിയും വീടും അതുമായിട്ട് മാത്രം ഒതുങ്ങി നീണ്ടുന്ന, ആരുമായിട്ടും അധികം ഫ്രണ്ട്ഷിപ്പ് ഒന്നുമില്ലാതെ സോഷ്യൽ മീഡിയയിൽ പോലും സജീവമല്ലാത്ത ഒരു റോബിൻ ആയിരുന്നു എന്നാണ് റോബിൻ പറഞ്ഞത്. വെറും 65,000 ഫോളോവേഴ്സ് ഇൻസ്റ്റാഗ്രാമിലുള്ള ഒരു സാധാരണക്കാരനായ ഒരുത്തനായിരുന്നു അതുവരെ താൻ എന്നാണ് ഡോക്ടർ റോബിൻ പറയുന്നത്. എന്നാൽ ബിഗ് ബോസിന് ശേഷം താൻ പുറത്തിറങ്ങുമ്പോൾ തനിക്ക് വന്നൊരു സപ്പോർട്ടും ഭയങ്കര ഒരു ജനപിന്തുണയും, ആകെ അന്താളിച്ചു പോയ തനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അന്നേരം കുറേ ആൾക്കാർ തൻ്റെ ഒപ്പം കൂടിയെങ്കിലും എല്ലാവരെയും താൻ കണ്ണുമടച്ച് വിശ്വസിച്ചു, ആരെയും അവിശ്വസിച്ചിരുന്നില്ല. അതിൻ്റെയൊക്കെ പണിയും കിട്ടി. 70 ദിവസം ലോകം കാണുന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ഈ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഏതൊക്കെ കൈൻഡ് ഓഫ് ആൾക്കാരാണെന്ന് ഒന്നും അറിയത്തില്ല. ഞാൻ എല്ലാവരുടെ അടുത്തും ഈസി ആയിട്ട് ട്രസ്റ്റ് ചെയ്യും, ബ്ലൈൻഡ്ലി ട്രസ്റ്റ് ചെയ്യും. മനസ്സിലായില്ല? അതുകൊണ്ട് എനിക്ക് ഒരുപാട് ഇഷ്യൂസ് വന്നിട്ടുണ്ട്. പിന്നെ അതല്ല, കുറേ പാഠങ്ങൾ പഠിച്ചു സത്യം പറയാം. കാരണം അറിയാലോ, നമുക്ക് ലൈഫിൽ എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഓരോ പാഠങ്ങൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ക്ഷമ കുറച്ചൊക്കെ പഠിച്ചു. പിന്നെ എടുത്തുചാട്ടം കുറച്ചൊക്കെ ഒന്ന് ഇപ്പം നിയന്ത്രിക്കണമെന്നുണ്ട്. പിന്നെ അടുത്തത് ആരെയും അധികം ട്രസ്റ്റ് ചെയ്യണം, എല്ലായിടത്തും ഒരു ഡിസ്റ്റൻസ് വെക്കുക എന്നുള്ളതും. പിന്നെ ആരെടുത്താണെങ്കിലും ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുമ്പോൾ അത് ജെന്യൂൻ ആണോ ഫേക്ക് ആണോ എന്നൊക്കെ ഒന്ന് അനലൈസ് ചെയ്തിട്ട് ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിലാണ് ഇപ്പം നോക്കുന്നത്. അധികം ആൾക്കാരായിട്ട് ഇൻട്രാക്ഷൻ ഇല്ല. ഫ്രണ്ട്സിനെ വെക്കുന്ന കാര്യത്തിലായാൽ കൂടി ഫ്രണ്ട്സിനെ നല്ല ഫ്രണ്ട്സ് ആണോ ചീത്ത ഫ്രണ്ട്സ് ആണോ എന്ന് അനലൈസ് ചെയ്തിട്ട് വെക്കുക. ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പഠിച്ച കാര്യങ്ങളാണ്. എടുത്തുചാട്ടം വളരെ കുറച്ചു. ഒരു കാര്യങ്ങളും ആരോടും അഡ്വാൻസായി പറയാൻ പാടില്ല എന്നൊക്കെ പഠിച്ചു എന്നാണ് ഡോക്ടർ പറയുന്നത്. അതോടൊപ്പം തന്നെ തനിക്ക് സൈബർ ആക്രമണം ഉണ്ടായപ്പോൾ താൻ ഓട്ടോമാറ്റിക്കലി വളരെ സൈലൻ്റായി സോഷ്യൽ മീഡിയയിൽ നിന്നും കുറച്ച് പുറമോട്ട് ഇറങ്ങി നിന്നു എന്നും ഡോക്ടർ പറയുന്നുണ്ട്. അപ്പോൾ ഡോക്ടറുടെ ബാക്കി കുറച്ച് ഭാഗങ്ങൾ കൂടി നമുക്കൊന്ന് കാണാം. ആക്ച്വലി സത്യം പറഞ്ഞാൽ എനിക്ക് ലോൺലെസ് ഞാൻ എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. കാരണം ഇതിന് മുന്നേ ആണെങ്കിലും ബിഗ് ബോസിന് മുന്നേ ആണെങ്കിലും ലൈക്ക് ഞാൻ പറയാം, എൻ്റെ സർക്കിൾ വളരെ കുറവാണ്. എനിക്ക് വലിയ ഫ്രണ്ട് സർക്കിളോ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അല്ലെങ്കിൽ എനിക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഫ്രണ്ട്സ് ഒന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഡോക്ടർ വൈശാഖാണ്. പുള്ളിക്കാരൻ അനന്തപുരിയിലെ എമർജൻസി മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡാണ്. അപ്പോൾ പുള്ളിക്കാരൻ മാത്രമായിരുന്നു എൻ്റെ ഒരു ഫ്രണ്ട് എന്ന് പറയാം. പുള്ളിക്കാരൻ്റെ ലൈഫായിട്ട് പുള്ളിക്കാരൻ്റെ ഫാമിലി ഉണ്ട്, വൈഫ് കുട്ടികളൊക്കെ ആയിട്ട് ബിസിയാണ്. അപ്പം എപ്പോഴും കാണുന്നൊരു ഫ്രണ്ടല്ല, പക്ഷേ നമ്മൾ തമ്മിൽ ഒരു വൈബുണ്ട്. എപ്പോഴും നമ്മൾ തമ്മിൽ എന്തെങ്കിലും ഒരു കാര്യം സംസാരിക്കുന്നുണ്ടെങ്കിൽ അവന് ഞാൻ എന്താണെന്നും എനിക്ക് ലൈക്ക് അവൻ എന്താണെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ബിഗ് ബോസിന് മുമ്പുള്ള റോബിനെ കുറിച്ചുള്ള കൂടുതൽ വിവരം എന്താണ്, അതിനെപ്പറ്റി ഇപ്പോഴുള്ളവരോട് എന്താണ് ഡോക്ടർക്ക് പറയാനുള്ളത് എന്ന ചോദ്യത്തിന് മറുപടിയായി ഡോക്ടർ പറയുന്നത് താൻ കുറച്ച് സൈലന്റ് ആയ ആളാണ്, തനിക്ക് അധികം അങ്ങനെ ഫ്രണ്ട്സ് ഒന്നും ഇല്ലായിരുന്നു എന്നും, ഡോക്ടർ വൈശാഖ എന്ന് പറഞ്ഞ ഒരു ഫ്രണ്ട് മാത്രമായിരുന്നു ഡോക്ടർക്ക് ഉണ്ടായിരുന്നതെന്നും, ഇപ്പോൾ തനിക്ക് ഈ വൈശാഖ എന്ന് പറഞ്ഞ വ്യക്തി തിരുവനന്തപുരത്താണ്, പ്രത്യേകിച്ച് പുള്ളിക്ക് ഫാമിലി ഉണ്ട്, അവരുടെ കൂട്ടത്തിലാണ് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത്, അതുകൊണ്ട് അദ്ദേഹവുമായും അത്യാവശ്യമായ കാര്യങ്ങൾക്ക് മാത്രമേ ഡോക്ടർ ഇടപെടുന്നുള്ളൂവെന്നും, ഇപ്പോൾ ആരതിപ്പൊടിയുമായിട്ടാണ് മാത്രം താൻ ഫ്രണ്ട്ഷിപ്പ് ഉള്ളതെന്നും, എന്ത് കാര്യവും ആരതിപ്പൊടിക്കാണ് അറിയാവുന്നത് എന്നാണ് ഡോക്ടർ പറയുന്നത്. അതൊന്ന് നമുക്ക് കണ്ടു. സത്യം പറഞ്ഞാൽ അതിനുശേഷം എനിക്ക് ഒരു ഫ്രണ്ടായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ആരതിയാണ്. കാരണം പൊടിയായിട്ട് സംസാരിക്കുമ്പോഴാണ് കുറച്ചുകൂടെ കാര്യം. ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും എൻ്റെ എക്സ്ട്രീം, രണ്ട് സൈഡും എക്സ്ട്രീമായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് ഒരു ക്ലോസ് ഫ്രണ്ട് എന്ന് പറയാൻ പറ്റുന്നത്. ആരതി എൻ്റെ എല്ലാ സൈഡും എന്ത് ചെയ്തിട്ടുണ്ട്, എക്സ്ട്രീം കാണുന്നു. എനിക്ക് ഇതിൽ കൂടുതൽ കാണാനില്ല. നമ്മളിപ്പോൾ റീസെൻ്റ്ലി പറയുന്നുണ്ട്, നമ്മൾ കല്യാണം ആക്ച്വലി വരാൻ പോകും, ഡേറ്റും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട്, ഇവൻ മണ്ഡപം വരെ ബുക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് നമ്മളിപ്പോഴേ പറയത്തില്ല.
ഇനി എൻ്റെ ലൈഫിൽ ഒരുപാട് കൂടെ പഠിച്ചു. നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ കരിയർ വൈസ് ആണെങ്കിലും പേഴ്സണൽ ലൈഫ് ആണെങ്കിലും ഒന്നും അധികം ഇനി പബ്ലിക്കിലേക്ക് പറയണ്ട എന്നുള്ളൊരു തീരുമാനം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം കല്യാണം ഉടനെ ഉണ്ടാവും. അത് കല്യാണത്തിന് മേ ബി ഒരു 5 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച മുന്നേ മാത്രമേ ഞാനത് പബ്ലിക്കിൽ റിവീൽ ചെയ്യത്തുള്ളൂ. സോ അപ്പം അതങ്ങനെ നടക്കുന്നുണ്ട്. അപ്പം പൊടിയുടെ അടുത്താണ് മാക്സിമം എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നത്. ഇപ്പം എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാനായിട്ട് എനിക്ക് പൊടി തന്നെയാണ്. തനിക്ക് ഇപ്പോൾ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് ആരതിപ്പൊടി മാത്രമേ ഉള്ളെന്നും താൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നതും സംസാരിക്കുന്നതും ആരതിപ്പൊടിയോടാണെന്നും തൻ്റെ എല്ലാ സ്വഭാവങ്ങളും, അതായത് ദേഷ്യമായാലും സങ്കടമായാലും സന്തോഷമായാലും ഒക്കെ ആരതിപ്പൊടിക്കാണ് അറിയാവുന്നതെന്നും ഡോക്ടർ പറയുന്നു. തങ്ങളുടെ കല്യാണം ഉടനെ ഉണ്ടാകുമെന്നും കല്യാണ മണ്ഡപം വരെ ബുക്ക് ചെയ്തിട്ടുണ്ടെന്നും എന്നാൽ അത് എന്നാണെന്ന് ഇപ്പോൾ പറയുന്നില്ലെന്നും കല്യാണത്തിന് ഒരാഴ്ച മുമ്പ് മാത്രമേ പുറത്ത് പറയുകയുള്ളൂ എന്നും ഡോക്ടർ പറയുമ്പോൾ തന്നെ പറയുന്നുണ്ട്. കാരണം താൻ ഇതിനിടയ്ക്ക് പഠിച്ച മറ്റൊരു പാഠമാണ് ഒരു കാര്യവും ആരോടും അഡ്വാൻസായിട്ട് പറയാൻ പാടില്ല എന്ന്. അതുകൊണ്ട് ഈ കാര്യവും താൻ പുറത്ത് പറയുന്നില്ലെന്നും സമയമാകുന്നതിന് ഒരാഴ്ച മുമ്പ് മാത്രം എല്ലാവരെയും അറിയിക്കാമെന്നുമാണ് ഡോക്ടർ പറയുന്നത്. നമുക്ക് ബാക്കിയും കൂടെ ഒന്ന് കാണാം. വിഷമിക്കേണ്ട, അത്രേ ഉള്ളൂ. നിങ്ങളെപ്പോലെ ഒരാളായിരുന്നു ഞാനും. എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ടും പറ്റത്തുള്ള അബദ്ധങ്ങൾ ചെന്ന് ചാടാതിരിക്കും. എനിക്കും കുറേ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. ഞാൻ ഫ്രണ്ട്സും എല്ലാവരും സ്നേഹം കണ്ടപ്പോൾ അതിലേക്ക് ചെന്ന് ചാടി എനിക്കും കുറേ പാഠങ്ങൾ കിട്ടി. ഓക്കെ, അത് നമ്മൾ റിയലൈസ് ചെയ്ത് പോകുക, അത്രേ ഉള്ളൂ. അടുത്ത ലേഖികയുടെ ചോദ്യം, ഇത്രയും സൈലന്റ് ആയിട്ടുള്ള നിശബ്ദനായിട്ടുള്ള ഡോക്ടർ ബിഗ് ബോസിനുള്ളിൽ പോയപ്പോൾ അവിടെ എങ്ങനെ സർവൈവ് ചെയ്യാൻ പറ്റിയെന്നും ബിഗ് ബോസ് ഷോയെക്കുറിച്ചുമാണ് ഡോക്ടറോട് ചോദിക്കുന്നത്. ഡോക്ടർ പറയുന്നുണ്ട് താൻ വളരെ കാമായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നുവെന്നും അവിടെ പോയാലും തനിക്ക് അവിടെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ആ കാര്യത്തിൽ വന്നിരുന്നില്ലെന്നും, കാരണം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തനിക്കൊരു ഉത്സവം പോകാണ്ട് അവരുടെ ഇടയ്ക്ക് അങ്ങനെ കഴിയാൻ തനിക്ക് ഒരു പാടും ഇല്ലായിരുന്നു എന്നും പറയുന്നു. പിന്നീട് ഗെയിമിനെ കുറിച്ച് പറയുമ്പോൾ ഡോക്ടർ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ഫിസിക്കൽ ഗെയിമോ അല്ലാതെ ടാസ്കുകളോ ഒന്നും അല്ല ഗെയിമെന്നും, ബിഗ് ബോസ് ഗെയിം എന്ന് പറയുന്നത് 100 ദിവസം ജനങ്ങളെല്ലാം കണ്ടുകൊണ്ട് തന്നെ അതിനകത്ത് പിടിച്ചു നിൽക്കുക എന്ന ടാസ്ക് തന്നെയാണ് ഏറ്റവും വലിയ ഗെയിമെന്നും അത് ഒരു മെന്റൽ ഗെയിം ആയിരുന്നുവെന്നും ഇപ്പോൾ എന്ന ആളുകൾക്കൊക്കെ അതിനെക്കുറിച്ച് നല്ല ബോധമുണ്ടെന്നും അന്നൊന്നും അത്രയും ആൾക്കാർ മൈൻഡ് ഗെയിമാണ് എന്ന് ഉദ്ദേശിക്കുന്നില്ല, ടാസ്കുകളൊക്കെ ജയിക്കുന്നതാണ് ബിഗ് ബോസ് എന്നാണ് വിചാരിക്കുന്നതെന്നും ഡോക്ടർ പറയുന്നു. മെന്റലി അതിനകത്ത് ഗെയിം കളിച്ചാൽ മാത്രമേ അതിനകത്ത് നാട്ടുകാരുടെ ഇടയിൽ പിടിച്ചു നിൽക്കാനുള്ള അവരുടെ സ്നേഹം വോട്ടായിട്ട് മാറാനുള്ള കഴിവുണ്ടാവുകയുള്ളൂ എന്നും ഡോക്ടർ എടുത്തു പറയുന്നു. പലരും പറയുന്നുണ്ട് ഗെയിമൊന്നും വലുതായിട്ട് കളിച്ച് ടാസ്ക് ഒന്നും കളിച്ച് ജയിച്ചില്ല എന്നുള്ളത്. എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതൊരു അത്ലറ്റിക് ഗെയിം അല്ല. നമ്മൾ ഫിസിക്കൽ ഫിറ്റ്നസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇത് ചലഞ്ച് ചെയ്യുന്ന ഒരു ഗെയിം അല്ല, മൈൻഡ് ഗെയിമാണ്. സോ മൈൻഡ് ഗെയിം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഷോ എന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്പേസ് പ്ലാറ്റ്ഫോം തന്നെയാണ്. ഇതിൽ നിങ്ങളെ കൊണ്ടിടുന്നു, അതാണ് ഈ ഗെയിം കൊണ്ടുള്ള ഉദ്ദേശം. ആ കാര്യത്തിൽ താൻ വിജയിച്ചുവെന്നും തന്നെ ജനങ്ങൾ ഏറ്റെടുത്തു എന്നുള്ളതിന്റെ തെളിവാണ് തനിക്ക് ഇന്നും ജനങ്ങളുടെ ഈ സപ്പോർട്ടെന്നും ഡോക്ടർ പറയുന്നുണ്ട്. പിന്നീട് ലേഖിക ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്, അതായത് ബിഗ് ബോസ് സീസണിൽ രണ്ടാമത് ഡോക്ടർ പോയി കഴിഞ്ഞ് ഡോക്ടർ വിളിച്ചു പറഞ്ഞത് കുറെ അഴിമതി നടക്കുന്നു എന്നും ചില ആൾക്കാരാണ് ഇതിനകത്ത് കളിക്കുന്നതെന്നും ഇതൊരു ഡ്രമാറ്റിക്കലായിട്ട് നടത്തുന്ന ഷോയാണെന്നും കുറെ ആൾക്കാർ പ്ലാൻ ചെയ്ത് അതിനനുസരിച്ച് നടത്തുന്ന ഷോയാണെന്നും പറഞ്ഞതിനെതിരെ ഡോക്ടർക്ക് ശക്തമായ ഡീഗ്രേഡിംഗ് ഉണ്ടാകുകയും ഡോക്ടറെ എടുത്ത് ട്രോളുകയും ചെയ്ത ആ സന്ദർഭത്തിൽ ആരും ഡോക്ടർ പറഞ്ഞത് വിശ്വസിച്ചില്ല എന്നും, എന്നാൽ ഇപ്പോൾ നടക്കുന്ന, അതായത് അഖിൽമാരാരും സിബിനും ഒക്കെ ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞ് ഇങ്ങനെ പലതും വിളിച്ചു പറയുമ്പോൾ ജനങ്ങൾ അത് അംഗീകരിച്ചു, അവർക്കൊക്കെ കുറച്ചൊക്കെ വിശ്വാസമായി വരുന്നു. ഇതിനെക്കുറിച്ച് ഡോക്ടർക്ക് എന്ത് പറയാനാണ് എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുന്ന മറുപടിയാണ്, ഞാൻ ബിഗ് ബോസിൽ ഇറങ്ങിയതിന് ശേഷം രണ്ടാമത് ഇറങ്ങിയതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, ബിഗ് ബോസിന് എഗൻസ്റ്റ് ആയിട്ട് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ആ സമയത്ത് നന്ദികേട് കാണിച്ചു എന്ന് പലരും പറഞ്ഞു അല്ലേ. നിങ്ങളുടെ ചാനലിൽ തന്നെ എന്ത് ചെയ്തു, ഇങ്ങനെ ഞാൻ കാണുന്നുണ്ടായിരുന്നു. അപ്പം അപ്പോഴും ഞാൻ പറഞ്ഞത് ഏഷ്യനെറ്റോ അല്ലെങ്കിൽ ബിഗ് ബോസോ എന്ന് പറഞ്ഞൊരു മൊത്തം ഷോവിന് എഗൻസ്റ്റ് അല്ല, മനസ്സിലായില്ലേ. ഇതിൽ ഉടായ്പ കാണിക്കുന്ന അല്ലെങ്കിൽ ഈ പാടിൻ്റെ പട്ടിയാക്കുന്ന പട്ടീനെ ആടാക്കുന്ന ആൾക്കാരുടെ ഇമോഷൻസ് വെച്ച് കളിക്കുന്ന ഇതിൽ കുറേ ആൾക്കാർ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ അവിടെ ഉദ്ദേശിച്ചത്, മനസ്സിലായില്ലേ. അപ്പോൾ അത് ഞാനെന്ന് പറഞ്ഞപ്പോൾ അത് പല രീതിയിൽ പോർട്രേറ്റ് ചെയ്തിട്ട് എന്നെ നെഗറ്റീവ് ആക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഇപ്പോൾ ഓരോരുത്തരായിട്ട് വന്ന് അവരുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ഭാഗത്തും ശരിയുണ്ടായിരുന്നു എന്നുള്ളത് എന്ത് ചെയ്തു, കാലം തെളിയിച്ചു, അത്രേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾ കേട്ടോ, ഡോക്ടർ പറയുന്ന ഒരു സത്യമായ ഒരു കാര്യമുണ്ട്. അന്ന് ഡോക്ടർ പറഞ്ഞന്ന് ഡോക്ടറെ ശക്തമായിട്ട് എതിർക്കുകയും എടുത്ത് ട്രോളുകയും ചെയ്ത ആൾക്കാർ തന്നെ പിന്നീട് അഖിൽമാരാരും സിബിനും ഒക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇത് അന്നേ ഡോക്ടർ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞതിൽ തനിക്ക് ഇപ്പോൾ സന്തോഷമൊന്നും തോന്നുന്നില്ല എന്നും, കാരണം അന്ന് താൻ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു എന്നും ആൾക്കാരെല്ലാം തനിക്കെതിരെ തിരിയുന്നത് കണ്ട് താൻ പറയുന്നത് ആരും വിശ്വസിക്കുന്നില്ല എന്ന് കണ്ട് ആകെ വിഷമം തോന്നിയെന്നും അതിനാലാണ് താൻ സോഷ്യൽ മീഡിയയിൽ നിന്ന് തന്നെ വിട്ടുനിന്നതെന്നും ഇപ്പോൾ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ.
അത് മതി എന്നാണ് ഡോക്ടർ പറയുന്നത്. അന്ന് അതെല്ലാം പറഞ്ഞ് ഞാൻ എൻ്റെ കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചപ്പോൾ ഒരു കോർപ്പറേറ്റ് കമ്പനിക്ക് അഗേൻസ്റ്റാണ് പറയുന്നത്. സോ ഒബ്വിയസ്ലി അങ്ങനെ ആരും ഇതിന് മുന്നേ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മളത് ചെയ്ത് ഇത്രയും ഇത് ഇൻസൾട്ടും ഹറാസ്മെൻറ്റും ഡീഗ്രേഡിങ്ങും ട്രോൾസ് എല്ലാം വന്ന് ഈ ഒരു 1.5 വർഷം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ എന്താ തോന്നിയെന്ന് പറയുമ്പോൾ ഞാൻ എന്ത് പറയണം, ഞാൻ ഭയങ്കര ഹാപ്പിയാണെന്ന് പറയണം. അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഒബ്വിയസ്ലി ഞാൻ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു, ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിരുന്നു. കാരണം ഒരു കാര്യം ഞാൻ വിളിച്ച് പറയുമ്പോഴത്തേക്ക് അത് മനസ്സിലാക്കുന്ന പോലെ എനിക്ക് വേണമെങ്കിൽ അന്ന് ഇൻ്റർവ്യൂ വന്നിരുന്ന് പറയായിരുന്നു. അന്ന് താൻ ഈ വിളിച്ചു പറഞ്ഞ സമയത്ത് തന്നെ ഡീഗ്രേഡിങ്ങും ട്രോളും നിലത്ത് നിർത്താതെ എയറിൽ തന്നെ നിർത്തിയിട്ട് ഇപ്പോൾ എല്ലാം ശരിയാണ് എന്ന് പറഞ്ഞതും ഡോക്ടർ പറയുന്നത് ശരിയാണെന്ന് പറയുമ്പോഴും തനിക്ക് ഹാപ്പി ആണെന്നും തനിക്ക് തോന്നണമെന്ന് പറയണോ എന്നാണ് ലേഹിയോട് ഡോക്ടർ ചോദിക്കുന്നത്. പറഞ്ഞാലും അത് ഡീഗ്രേഡിങ്ങിലേക്ക് പോകത്തേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ സൈലന്റ് ആയിട്ട് എൻ്റെ പ്രൊഫൈൽ എന്ത് ചെയ്ത് കീപ്പ് ചെയ്തത്. പക്ഷേ ഇപ്പോൾ ഓരോരുത്തരായിട്ട് വന്ന് പറയുമ്പോഴും ഓക്കെ ഒബ്വിയസ്ലി ഇത് ഞാൻ പറഞ്ഞ ഒന്നും പറയാനില്ല, എന്ത് പറയാൻ, ആൾക്കാർ മനസ്സിലാക്കട്ടെ. ഇത് മനസ്സിലാക്കുന്ന ആൾക്കാരുണ്ടാവും, മനസ്സിലാവാത്ത പോലെ നടിക്കുന്ന ആൾക്കാരുണ്ടാവും. ഈ വീഡിയോ വളരെ ലെന്തി ആയതുകൊണ്ട് ഈ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ.